ഞങ്ങളുടെ വ്യക്തിപരമായ ബന്ധം വളരെ അടുപ്പമായിരുന്നു. ഒരു 10 ദിവസം മുമ്പ് ഞാനിവിടെ പറഞ്ഞു എനിക്ക് ജാനകിയമ്മ കണ്ടാക്കൊള്ളത് പെട്ടെന്ന് ഓർമ്മ വരുന്നു. അപ്പോൾ എൻ്റെ ബന്ധുവായ സുനിത പറഞ്ഞു ഇങ്ങനെ ജാനകിയമ്മ കണ്ടാൽ നല്ലതല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് പറ്റുമെങ്കിൽ നമുക്കത് പോകാം. പക്ഷേ എനിക്കിപ്പോൾ നല്ല സുഖമില്ലായിരിക്കുകയാണ്, ഒരുപാട് ദൂരയാത്രകൾ പറ്റില്ല, ഹൈദരാബാദ് വരെ പോകണം. പക്ഷെ എങ്കിലും പോകണം വേണ്ടെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവരുടെ മരണം. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു മാനസികമായ ബന്ധം അവരുമായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ 10 ദിവസം മുമ്പ് ഞാനിത് ഓർക്കേണ്ട കാര്യമില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കേരള സംസ്ഥാനത്ത് അവാർഡുകൾ 3 പ്രാവശ്യം ജാനകിയമ്മ കിട്ടിയിട്ടുണ്ട്. അതിൽ 2 അവാർഡുകൾ എൻ്റെ പാട്ടുകൾ കിട്ടിയിരിക്കുന്നത്. ആദ്യമായിട്ട് പുള്ളിമാൻ എന്ന സിനിമയിൽ MS ബാബുരാജ് ഈണം പകർന്ന 1000 വർണ്ണങ്ങൾ വിടരും ആരാമമാണ് എൻ്റെ ഹൃദയം. രണ്ടാമത് ഞാൻ തന്നെ നിർമ്മിച്ച സംവിധായക ചന്ദ്രകാന്തത്തിലെ ആ നിമിഷത്തിൻ്റെ നിർമ്മിതിയിൽ ഞാൻ രാവിലത്തെല്ലായി മാറിയെന്ന MS വിശ്വാസ സംഗീതം പറഞ്ഞ ഗാനം. അപ്പോൾ ഇത് ഒരിക്കൽ ഹൈദരാബാദിൽ വെച്ച് ഞങ്ങൾ 2 പേരെയും ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ഹൈദരാബാദിൽ. അത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഈ ഒരു FM ചാനലുണ്ട്, മിർച്ചി, ആ ചാനലിൻ്റെ ഫംഗ്ഷനായിരുന്നു. അവിടെ ഞങ്ങൾ അടുത്ത സ്റ്റേജുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങളിത് ഓർമ്മിക്കുകയും സംസാരിക്കുകയും ചെയ്തു. 3 അവാർഡുകളിൽ 2 എണ്ണം എൻ്റേതാണെന്ന് പറയുമ്പോൾ ആമാ കറക്റ്റാണ്, എൻ്റെ പാട്ട് ഇങ്ങോട്ട് ഒഴുകിയ പാട്ട് താനെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സ്വകാര്യ ദുഃഖം ഒരുപാട് അനുഭവിച്ച സ്ത്രീയാണ് അവർ. പക്ഷേ അവർ സംഗീതം കൊണ്ട് എല്ലാ ദുഃഖങ്ങളും മറയ്ക്കുകയും ചെയ്യായിരുന്നു. അത് ഈ മകനും കൂടെ മരിച്ച അവസ്ഥയിൽ ഇനി ജീവിച്ചതിൽ കാര്യമില്ലെന്ന് അവർക്ക് തോന്നിക്കാണും. അപ്പോൾ മരണം അടുത്ത സുഹൃത്തായി അവരെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി കാണും. ജാനകിയമ്മയുടെ ആത്മാവിന് ഞാൻ നിത്യശാന്തി തരുന്നു. എന്നൊക്കെ 2 വയസ്സ് പ്രായക്കൂടുള്ള എൻ്റെ ചേച്ചി മരിച്ചു. ആ വേദന എൻ്റെ മനസ്സിലുണ്ട്.